दो छः शून्य मंगलापुरम कोयम्बटूर इंटरसिटी सुपरफास्ट एक्सप्रेस प्लेटफॉर्म क्रमांक 3 पर आ चुकी है। For the time അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ ചെന്നൈയിലേക്ക് പോയിരുന്നു. അപ്പോഴെടുത്ത കുറച്ച് വീഡിയോ ആണ്. അപ്ലോഡ് ചെയ്യാൻ എപ്പോഴും വൈകിപ്പോവും. ഇതും അതുപോലെ തന്നെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. വെള്ളി, ശനി, ഞായർ ഈ 3 ദിവസം എടുത്ത വീഡിയോ ഒരുമിച്ച് അപ്ലോഡ് ചെയ്യാണ്. ഒന്നാം ഭാഗം രണ്ടാം ഭാഗം ഒന്നും ആക്കണില്ല, ഒരുമിച്ച് തന്നെ അപ്ലോഡ് ചെയ്യുകയാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് വെള്ളിയാഴ്ച വൈകുന്നേരം കയറി, ശനിയാഴ്ച രാവിലെ അവിടെ എത്തി. ട്രെയിൻ മാറി മാറിയാണ് കയറിയത്, അതൊക്കെ വീഡിയോയിൽ പറയാം. ശനിയാഴ്ച രാവിലെ അവിടെ എത്തിയിട്ട് ഞങ്ങൾ അവിടുന്ന് ശനിയാഴ്ച രാത്രി തന്നെ തിരിച്ചു പുറപ്പെട്ടു. ഞായറാഴ്ച രാവിലെ ഇവിടെ എത്തി. ഒരു തിടുക്കപ്പെട്ടിട്ടുള്ളൊരു പോയി വരുത്തായിപ്പോയി. വിശദമായിട്ടൊക്കെ ഞാൻ ഈ വീഡിയോസിൽ തന്നെ പറഞ്ഞു തരാം. അപ്പോൾ ഞങ്ങളിപ്പോൾ പോകുന്നത് പറഞ്ഞാൽ ചെന്നൈയിൽ എൻ്റെ കുട്ടിക്കാലത്ത് ഒരു വീടുണ്ടായിരുന്നു. ആ വീട്ടിൽ ഞാൻ പല വീടുകളിൽ നിന്നിട്ടാണ് വളർന്നത്. അപ്പോൾ എൻ്റെ കുട്ടിക്കാലത്ത് അവരുടെ വീട്ടിൽ ഞാൻ നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീട്ടിലത്തെ ഒരു ഫാമിലീനെ ചെന്നൈക്കാണ് കെട്ടിച്ച് വിട്ടത്. അന്ന് എന്നെ കൂടെ കൂട്ടാൻ പറയുമ്പോഴൊന്നും കൂട്ടൂലായിരുന്നു. അതായത് ഇവരെ വീട്ടിലേക്ക് വരുമ്പോൾ എന്നെ കൂട്ടില്ലായിരുന്നു. ഞാൻ അവരോട് എന്നെ കൂട്ടാനൊക്കെ പറയുമ്പോൾ ഞങ്ങൾ പീടികക്കാണ്, ആശുപത്രിക്കാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ പോരല്. അപ്പോൾ നമ്മൾ ചെറിയ കുട്ടികളല്ലേ, നമുക്കറിയില്ലല്ലോ. പക്ഷെ ആ വീട്ടിലത്തെ ഒരുവിധ ആൾക്കാരൊക്കെ പോവുകയും വരികയൊക്കെ ചെയ്യുന്നതാണ് ചെന്നൈക്ക്. ഭയങ്കര പൂതിയായിരുന്നു. പക്ഷേ എനിക്ക് പോരാൻ പറ്റിയില്ല. അവർ കുറ്റം പറയല്ല, അവരുടെ അടുത്ത് പൈസ ഇല്ലായിട്ടായിരിക്കാം, അല്ലെങ്കിൽ എന്നെ അവിടെ പരിചയപ്പെടുത്താൻ ഇഷ്ടമില്ലായിട്ടായിരിക്കാം, എന്തോ അതൊന്നും ചിന്തിക്കുന്നില്ല. പക്ഷേ അന്നേ ഒരു പൂതി ഉണ്ടായിരുന്നു, ചെന്നൈക്ക് പോകണം, അവരുടെ വീട് കാണണം എന്നൊക്കെ ഒരു പൂതി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പോക്ക് ഇങ്ങനെ ഉണ്ടാവാൻ കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ മോന് ഹെളാമാൻ്റെ മക്കൾ ഇവർക്കൊക്കെ സ്കൂൾ തുറക്കാൻ പോവുകയാണല്ലോ. മോനെ 1-ാം ക്ലാസ്സിൽ ചേർത്തിയതാണ്. അപ്പോൾ സ്കൂൾ തുറന്നാൽ ഇങ്ങനെ ഇതുപോലെ ദൂരം വഴിക്കുള്ള പോക്കും വരുത്തൊക്കെ കുറവാകും. പിന്നെ എളാമാൻ്റെ മക്കൾ പറയുമ്പോൾ അതെൻ്റെ അനിയന്മാർ തന്നെ കേട്ടോ. അത് ഞാനിങ്ങനെ പറയണത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഉമ്മ പ്രസവിച്ചു എന്നുള്ള ഒരു തെറ്റിദ്ധാരണ വേണ്ടാന്ന് വെച്ചിട്ടാണ്. എനിക്ക് ഉമ്മ പ്രസവിച്ചെന്ന് പറഞ്ഞാൽ സന്തോഷമില്ലായിട്ടല്ല. പക്ഷേ ഉമ്മയുടെ ആളുകളൊക്കെ ഇപ്പോൾ വീഡിയോ അഥവാ കണ്ടാൽ പിന്നെ നെഗറ്റീവ് കമൻ്റായിട്ടൊക്കെ ചിലപ്പോൾ വന്നാലോ, ഓളമ്മക്ക് ഓളക്കാക്കിയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് വന്നാലോ എന്നൊക്കെ ചിന്ത ഉള്ളത് കൊണ്ടാണ് ഞാനിങ്ങനെ എളാമൻ്റെ മക്കളെന്ന് പറയണത്. എൻ്റെ ആങ്ങളാർ തന്നെ, എൻ്റെ എളാമയ്ക്കുള്ള എൻ്റെ ഉപ്പയിലുള്ള മക്കൾ. അപ്പോൾ സ്കൂൾ തുറക്കാനായതുകൊണ്ട് അവർ എവിടേക്കും പോയിട്ടില്ല, ഞങ്ങളും എവിടേക്കും പോയിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇത് തന്നെ ആവട്ടെ എന്ന് വിചാരിച്ചു. മൂന്നാർക്കൊക്കെ വിചാരിച്ചിരുന്നു, അങ്ങനെ ഒരു ചിന്തയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഈ ചിലവിൻ്റെ കാര്യമൊക്കെ ആലോചിക്കുമ്പോൾ ഒരുപാട് ചിലവാവുകയാണ്. അങ്ങോട്ട് മൂന്നാർക്ക് ഒരാൾക്ക് തന്നെ വേണം 450 ഉറുപ്പ്യോളം. പിന്നെ അവിടെ താമസം, ഭക്ഷണം, തിരിച്ചു വരവ് ഒക്കെ പാടെ നല്ലൊരു സംഖ്യ ഉണ്ട്. അത് നമുക്ക് ഒപ്പിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇതാകുമ്പോൾ 2 കാര്യം നടക്കും. ഒന്ന് അവിടെ കാണുകയും ചെയ്യാം, ഇവർക്കൊരു ട്രിപ്പും ആവും എന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഇങ്ങോട്ടേക്കുള്ള ചെന്നൈക്കുള്ള ട്രിപ്പ് നമ്മൾ ഉറപ്പിച്ചത്. പക്ഷേ എനിക്ക് സത്യം പറയാമല്ലോ, ഇപ്പം എനിക്കങ്ങനെ കാണണമെന്ന് അങ്ങനെ പൂതിയൊന്നുമില്ല. അവരെ വീടും നാടൊന്നും കാണണമെന്നൊന്നും അങ്ങനെ വലിയ പൂതിയൊന്നുമില്ല. ഇത് മക്കൾക്കൊരു ട്രിപ്പും കൂടെ ആവും എന്നുള്ള ഒരു ചിന്തയായപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ചെന്നൈക്ക് പോരാമെന്ന് വിചാരിച്ചു. അതായത് ഒരു വെടിക്ക് 2 പക്ഷി. ഒന്ന് കുട്ടികളുടെ ഒരു ട്രിപ്പ് പോലെയായി, എനിക്കൊരു മധുര പ്രതികാരം പോലെയായി. റിവെഞ്ച് ഒന്നുമല്ല കേട്ടോ, തമാശ പറയാണ്. ഞാൻ തന്നെ പാട്ടുപാടി വലുതായിട്ട് ഞാൻ തന്നെ പൈസ ചിലവാക്കിയിട്ട് അവരെ വീട് കാണാനായിരിക്കും ചിലപ്പോൾ എനിക്ക് യോഗം. ഏതായാലും അള്ളാഹു എപ്പോഴായാലും എൻ്റെ ഓരോ കാര്യങ്ങൾ സാധിച്ചു തരുന്നുണ്ട്, അൽഹംദുലില്ലാ. അത് പല കാര്യത്തിലും ഞാൻ അനുഭവിച്ചറിഞ്ഞതാണ്. എനിക്ക് പറയാൻ വാക്കുകളില്ല. ഞാനും എൻ്റെ കുട്ടിയും ആരോരില്ലാത്ത മാറ്റൊരു ജീവിതമാണെന്നുണ്ടെങ്കിലും പടച്ചോൻ്റെ കാവൽ ഞങ്ങൾക്ക് നന്നായിട്ടുണ്ട്. അത് ഞങ്ങൾ പലപ്പോഴും അറിയുന്നുണ്ട്. ഇപ്പോൾ ഈ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്തത് ഞങ്ങളുടെ വീട്ടിൽ നിന്നാണ്. ഈ വീട്ടിലിപ്പോൾ ഞാനും മോനും തനിച്ചുള്ളത്. പക്ഷെ ഇവിടെ എന്നിട്ട് കൂടിയും ഞങ്ങളുടെ കൂടെ ഒരു ശക്തിയും പാടുള്ളതായിട്ടാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. അതായത് പടച്ചോൻ ഞങ്ങളെ കൂടെ തന്നെ ഉണ്ട്. എനിക്ക് വാക്കുകളില്ല പറയാൻ. അങ്ങനെ ഞങ്ങൾ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി.
അപ്പോൾ ഇങ്ങനെ താഴത്ത് കൂടെയാണ് ഒന്നാം പ്ലാറ്റ്ഫോമിലേക്കൊക്കെ വരിക. അങ്ങനെ കഷ്ടപ്പെട്ട് സ്റ്റെപ്പൊക്കെ കയറി ഒന്നാം പ്ലാറ്റ്ഫോമിലേക്ക് വരികയാണ്. അപ്പോഴാണ് ഷാനുക്കുട്ടി ഇവിടെ ഒരു സംഭവം കാണുന്നത്. ബാഗ് ഇങ്ങനെ വെച്ചു കൊടുത്താൽ മുന്നിലേക്ക് ഇങ്ങനെ വരുമല്ല. അപ്പോൾ അതിങ്ങനെ നോക്കുക, ഇത് എവിടുന്ന ഈ ബാഗ് വരുന്നത് വെച്ചാൽ അത്ഭുതത്തോടെ നോക്കുക കേട്ടോ. എന്നിട്ട് ഞങ്ങളെ ബാഗൊക്കെ വെച്ചു കൊടുത്തിട്ടാ. റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തെത്തിയാൽ ഇങ്ങനെ ഒരു അങ്ങാടിയാണ്. അപ്പോൾ മക്കൾക്ക് നല്ല ഭക്ഷണം വാങ്ങിക്കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ തമിഴ്നാട്ടിലത്തെ ഭക്ഷണം നോക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ ബിരിയാണി കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് നല്ല ബിരിയാണി കിട്ടുന്ന സ്ഥലം ബേക്കത്തെ ആൾ സെർച്ച് ചെയ്ത് നോക്കുക, ഹോട്ടൽ ഏതാ നല്ലത് എന്നുള്ളത്. അങ്ങനെ അവന് സെർച്ച് ചെയ്തപ്പോൾ ഇവിടെ ഒരു ഹോട്ടൽ കണ്ടു. പക്ഷെ ഞങ്ങൾ ആ ഹോട്ടൽ കയറിയപ്പം എനിക്ക് വൃത്തി എന്തോ പോലെ ഒരു തിന്നാൻ തോന്നാത്ത പോലെ. അങ്ങനെ അടുത്ത ഹോട്ടൽ കയറിയപ്പോൾ ഭക്ഷണം തമിഴ്നാട്ടിലത്തെ ബിരിയാണിയുടെ ടേസ്റ്റ് കിട്ടിയിട്ടില്ല. പക്ഷേ നല്ല വൃത്തി ഉണ്ടായിരുന്നു. പാലക്കാട് നിന്ന് ഞങ്ങൾ തമിഴ്നാട് ബിരിയാണി തിന്നപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അന്ന് ഞങ്ങളുടെ കൂടെ ഇവന് മൊബൈൽ പിടിച്ച് നിൽക്കുന്ന ഒരു വലിയ അനിയൻ അവൻ ഉണ്ടായിരുന്നു. ഈ ചെറിയോന് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആദ്യമായിട്ട് ഇവിടുത്തെ ബിരിയാണി കണ്ടപ്പോൾ അവർക്ക് തിന്നാൻ തോന്നണില്ലേനല്ല. നമ്മളെ നാട്ടിലത്തെ ബിരിയാണി ഇവിടുത്തെ ബിരിയാണി വ്യത്യാസമുണ്ട്. ഇവിടുത്തെ മസാല ഒക്കെ പാടെ കുഴച്ചിട്ടുള്ളൊരു ബിരിയാണിയാണല്ലോ. നമ്മുടെ നാട്ടിൽ വേറൊരു കോലത്തിലാണല്ലോ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവനക്ക് നമ്മുടെ നാട്ടിലത്തെ ശീലിച്ചിട്ട് എനിക്ക് എന്തോ പോലെ ഉണ്ടായിനല്ലോ തിന്നുമ്പോൾ. എനിക്ക് ഇവിടുത്തെ ഭക്ഷണം തീരെ കൊള്ളൂല എന്നല്ല പറഞ്ഞത്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ തമിഴ്നാട് ബിരിയാണി ആയിട്ടില്ല, അതാണ് പറഞ്ഞത്. ഞാനത് കഴിച്ചു കേട്ടോ. അവിടെ ബാഗ് കട കണ്ടപ്പോൾ ഞങ്ങൾ വില ഒന്ന് ചോദിക്കുകയാണ്. ഷാനുട്ടിക്ക് ബാഗ് വാങ്ങണമല്ലോ. അപ്പോൾ നല്ല മോഡൽ ബാഗൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നോക്കാൻ വിചാരിച്ചിട്ട് കയറിയതാണ്. പക്ഷേ അവിടുത്തെ ഒരു മോഡൽ ബാഗിന് തമിഴ്നാടൻ സ്റ്റൈല്. അങ്ങനെ 10:50 ഞങ്ങൾക്ക് ട്രെയിന്. ആ ട്രെയിന് കയറണമെങ്കിൽ കുറേ സമയം പോവേണ്ടതുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ ഇതിലൂടെയൊക്കെ ഒന്ന് നടന്ന് നോക്കുകയാണ്. കോയമ്പത്തൂരൊക്കെ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ള സ്ഥലങ്ങളാട്ടെ നോക്കണത്. അപ്പോൾ അതൊക്കെ ഒരു വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഞങ്ങൾ ട്രെയിന് മാറി കയറിയത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ തിരൂരിൽ നിന്ന് 9:10 വണ്ടിയുണ്ട് രാത്രി. പക്ഷേ ഞങ്ങളാണ് കയറാൻ പോയ സമയത്ത് വ്യാഴാഴ്ച കയറാൻ പോയിരുന്നത്. അപ്പോൾ ഒരു ഡൗട്ട് നോക്കാൻ വേണ്ടി ഡോക്ടറെ കാണിക്കാൻ പോയി. അപ്പോൾ ഡോക്ടർ അതിന് ടെസ്റ്റ് വേണമെന്ന് പറഞ്ഞ് അങ്ങനെ ആ ടെസ്റ്റ് കിട്ടിയപ്പോഴത്തേന് 9:10 കഴിഞ്ഞ് ട്രെയിനൊക്കെ പോയി അന്നത്തെ പോക്ക് ക്യാൻസൽ ചെയ്തിട്ട് അങ്ങനെ ഞങ്ങൾ പിറ്റേ ദിവസമാണ്, അതായത് വെള്ളിയാഴ്ചയാണ് നമ്മൾ പോരുന്നത്. വെള്ളിയാഴ്ച ഞങ്ങൾ 9:10 നിന്നില്ല, സീറ്റ് കിട്ടില്ല വിചാരിച്ചിട്ട് ഞങ്ങൾ വൈകുന്നേരം തന്നെ ട്രെയിൻ കയറി. കോയമ്പത്തൂർക്കുള്ള ട്രെയിനാണ്, അത് കയറി. ഞങ്ങൾ കോയമ്പത്തൂരിൽ നിന്ന് മാറി കയറാൻ വിചാരിച്ചു, സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. കോയമ്പത്തൂരിൽ നിന്ന് പുറപ്പെടുന്ന വണ്ടിയാണെങ്കിൽ സീറ്റ് കിട്ടുമല്ലോ. അങ്ങനെ കോയമ്പത്തൂർ ഇറങ്ങിയതാണ്. അപ്പോൾ ഇതാ കോയമ്പത്തൂരത്തെ വണ്ടി കിട്ടി. കാലി ട്രെയിനായിരുന്നു. ഇവിടുന്ന് പുറപ്പെടുക, കോയമ്പത്തൂർ മുതൽ ചെന്നൈക്ക് പുറപ്പെടുകയാണ്. പക്ഷേ കിടന്നിട്ടൊക്കെ പോകാമെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. കാലി അഴിക്കുമെന്ന് വിചാരിച്ചു. പക്ഷെ ഫുള്ള് തിരക്കായിരുന്നു. കാലെക്കാൻ പോലും സ്ഥലമില്ലാത്ത അവസ്ഥയായിരുന്നു വണ്ടിയിൽ. ഷാനുട്ടിക്ക് ഒരു സീറ്റ് ഉണ്ടായിരുന്നു. ഷാനുട്ടി ആ സീറ്റിൽ കിടക്കുമായിരുന്നു. അപ്പോൾ ഷാനുട്ടി പെട്ടെന്ന് ഞെട്ടി എണീച്ചപ്പോൾ പിന്നെ കിടന്നില്ല. എനിക്കൊരു വാശുണ്ട്, എണീച്ചാൽ പിന്നെ കുറച്ച് ഇരിക്കും. അപ്പോൾ ആ ഇരുത്തത്തിൽ ആ സീറ്റിൽ ആ പെണ്ണുങ്ങൾ വന്നിരുന്ന്. പിന്നെ ആ പെണ്ണുങ്ങൾ എന്തായിട്ട് നേരെ ഞങ്ങൾ കാലെക്കുന്ന അവിടെ വന്ന് കിടന്ന്. കാലെക്കാൻ കഴിയുന്നില്ല, ഒരു ഇടങ്ങോറ് കാല് തിരിക്കാനും മറിക്കാനും ഒന്നും കഴിയാതെ കാല് കാട്ടായി. അല്ലെങ്കിൽ ബോഡി പെയിൻ ഉള്ളതുകൊണ്ടേ ഭയങ്കര ഇടങ്ങാറ്. ഒരേമാതിരി കാല് വെക്കാൻ കഴിയില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞൊക്കെ കിടന്നാലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്ത് വെച്ചാലും ഒക്കെയാണ് സമാധാനമുള്ളത്. ഒരേ ഇരുത്തിരിക്കാനും ഒരേ നിൽപ്പിക്കാനും ഒക്കെ ബുദ്ധിമുട്ടാണ്. അതിൻ്റെ ഇടയിലാണ് ഈ കാല് വെക്കാൻ സ്ഥലമില്ലാത്തടത്ത് 36 കിടക്കണത്. കിടന്നിട്ടിക്ക് ഒന്നിനും കഴിയുന്നില്ല കാല് വെക്കാൻ. ഇപ്പം കണ്ടില്ല, ഒരു പെണ്ണ് അവിടെ വെള്ളം ഇതിട്ട് കിടക്കണ ഒരു പെണ്ണുങ്ങൾ താഴത്തെടുക്കുന്നില്ല. ആ പെണ്ണുങ്ങളുടെ കാലിനോട്ടിലായിരുന്നു ഉണ്ടായിന്. ആ പെണ്ണുങ്ങളെ കാര്യം ഞാൻ പറഞ്ഞത്. ആ വെള്ളം വിരിച്ച് കിടക്കുന്ന പെണ്ണ് ഏതോ സ്റ്റോപ്പിൽ നിന്ന് കയറിയതാണ്. ഞങ്ങൾ കിടന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിങ്ങനെ കയറിയത്. പക്ഷേ ഭാഗ്യം അവർക്കാണ് കിട്ടിയത്. ഞങ്ങളിട്ട് ഉറങ്ങാതെ ഇതപ്പോൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇതിപ്പം പുലർച്ചെ അയക്കണ്, 4:30 മണിയോളം അയക്കണ്. തീരെ ഉറങ്ങിയിട്ടില്ല. ഷാനുട്ടിയാണെങ്കിൽ ഒരു ബോളെ കണ്ണടിച്ചിട്ടില്ല. ഞാൻ പിന്നെ ഒരു അരമണിക്കൂറെങ്കിലും ഉറങ്ങാൻ ശ്രമിച്ചെന്നെങ്കിലും പറയാം. ഷാനുട്ടി ഒരേ കളിയാണ്, അവനക്ക് ഉറക്കന്നല്ലേ ഇനി. അപ്പോൾ ഇതാ ഉറക്കപ്പിച്ചിലാണ് എല്ലാവരും ഉള്ളത്. മറ്റേ കുട്ടികളും അപ്പുറത്തുണ്ട്. ഞങ്ങളിതാ ഇങ്ങനെ എത്തിയത് കാണിക്കാൻ വെച്ചിട്ട് വീഡിയോ എടുത്തതാണ്. പിന്നെ ഞങ്ങൾ നേരം വെളുക്കോളം നിന്നതിന് ശേഷം ഞങ്ങൾ ബസ് കയറി ഇവരുള്ള സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അവരുള്ള സ്ഥലം. അപ്പോൾ നമുക്ക് വീടറിയില്ല. അപ്പോൾ അവർ ഇങ്ങോട്ട് കൂട്ടാൻ വരാമെന്ന് പറഞ്ഞിരിക്കണം. ഞാൻ പറഞ്ഞ് സ്ഥലപ്പേര് മാത്രം പറഞ്ഞത് ഞങ്ങൾ അങ്ങോട്ട് ചെന്നോളാം പറഞ്ഞപ്പോൾ അവർ കേട്ടില്ല. അങ്ങനെ കുറച്ച് ടെൻഷനുള്ള ടീമാണ് നമ്മൾ. വേറെ ഇടയ്ക്ക് വഴി തെറ്റി പോകുമെന്നൊക്കെ വിചാരിച്ചിട്ട് അവർ നമ്മളെ വന്ന് കൂട്ടി.
അങ്ങനെ ചൂട് തോന്നിയിട്ട് ദാഹിച്ചിട്ട് ഈ കടയിൽ കയറിയതാണ്. ഇത് കുറച്ച് വൃത്തി മനക്കുള്ളതായിട്ട് തോന്നി. അങ്ങനെ കയറിക്കഴിഞ്ഞപ്പോൾ മോളെ റോസ് മിൽക്കാണ് കുടിച്ചിക്കണത്. റോസ് മിൽക്ക് കുടിച്ചിട്ട് എസൻസ് കുറേ ഒഴിച്ചിക്കണ്. പാല് തീരെയില്ല, പഞ്ചസാര ഓവറായിട്ട്. അതായത് റോസ് മിൽക്കിനൊക്കെ പാടെ അവർ കൊന്നു. നമ്മളെ നാട്ടിലത്തെ റോസ് മിൽക്കും ഇവിടുത്തെ റോസ് മിൽക്കും രാവും പകലും വ്യത്യാസമുണ്ട്. ഏതായാലും ഞങ്ങളൊക്കെ ബാക്കിയാക്കി ഇടേണ്ടി വന്നു. ഞാൻ അങ്ങനെ ഇങ്ങനെ ഒന്നും ബാക്കിയാക്കാത്തെങ്കിലും എനിക്ക് ലാസ്റ്റ് എത്തിയപ്പോൾ ഭയങ്കര മടുപ്പ് വന്ന്. അങ്ങനെ ആ താത്ത ഞങ്ങളെ കൂട്ടാൻ വന്ന് ഞങ്ങൾ അവരുടെ വീട്ടിലേക്ക് എത്തി. ഇവരെ പറയാതെ ഞങ്ങൾ വന്നീനെ, സർപ്രൈസായിട്ടാണ് വന്നീനെ. പക്ഷെ അവരൊന്നും വീഡിയോസിൽ ഉൾപ്പെടുത്തുന്നില്ല, പറയാതെ വരാൻ. കാരണം അവർ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഇടയിൽ നമ്മൾ വരുന്ന ബിരിയാണി അതൊന്നും ഉണ്ടാക്കണ്ട എന്നുള്ള നിലക്കാണ് പറയാഞ്ഞത്. ഇതാകുമ്പോൾ നമുക്ക് അവരുടെ ചോറായാലും മതിയല്ലോ, നമ്മൾ അവരെ ബുദ്ധിമുട്ടിച്ചു എന്നുള്ളൊരു വിഷമം നമുക്ക് വേണ്ട. അപ്പോൾ അവരെ വീഡിയോസിലൊന്നും പെടുത്തിയിട്ടില്ല. നല്ലൊരു ചെറിയൊരു വീടാണ്. പക്ഷെ നമുക്ക് നമ്മുടെ കേരളത്തിലത്തെ സ്റ്റൈലും ഇതൊന്നുമല്ല, എങ്കിൽ കൂടി ചെറിയൊരു വീടാണ്. അൽഹംദുലില്ലാ, ഇതും ഇല്ലാത്ത എത്ര ആളുകൾ ഈ ലോകത്തുണ്ട്. ഏതായാലും ഞാൻ അവരോട് പറഞ്ഞേക്കാണ് നാട്ടിലേക്ക് വരി, അവിടെ സെറ്റിലാവും. അവർക്കും അതുതന്നെയാണ് ആഗ്രഹം, നാട്ടിൽ വന്ന് സെറ്റിലാവാൻ തന്നെയാണ് ആഗ്രഹം. പക്ഷെ ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അവർക്ക് കുറി അടവ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടുത്തെ ഒരു കമ്പനിയിലൊക്കെയാണ് പണിയെടുക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരു ചെരുപ്പ് കമ്പനി, അങ്ങനത്തെ കുറേ കമ്പനികളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ അവിടെയൊക്കെയാണ് പണിയെടുക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് പോരലൊന്നും നടക്കുന്ന കാര്യമില്ല, എങ്കിലും അവർക്ക് വരണം എന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളെ വീട്ടിൽ നിൽക്കുക, എന്നിട്ട് അവിടുത്തെ പണിക്ക് പോയി നോക്കിയിട്ട് നിങ്ങൾക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ സ്ഥിരമാക്കിയാൽ മതിയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ. ഇനി അവർ തീരുമാനിക്കട്ടെ. അങ്ങനെ ഞങ്ങൾ അവിടെ കുറച്ച് നേരം നിന്ന് തിരിച്ചു പോരുകയാണ്. ഷാനുക്കുട്ടി അവിടെ തീരെ ഉറങ്ങിയിട്ടില്ല. എനിക്കും ഉറങ്ങണം എന്നുണ്ട്, പക്ഷേ അവിടെ ഇവിടെ കണ്ണുമാളി പെട്ടെന്ന് എണീച്ച് അങ്ങനെയൊക്കെ എനിക്ക് അങ്ങനെ ഉറങ്ങാൻ പറ്റില്ലല്ലോ. പക്ഷേ അനിയന്മാർ കുറച്ചേരം അവിടെ കിടന്നു കേട്ടോ. എനിക്ക് പക്ഷെ അവിടെ നിന്ന് ഉറങ്ങാൻ പറ്റിയില്ല. ഞാൻ എങ്ങനെയാണ് ഒന്നും മിണ്ടിയും പറയുകയും ചെയ്യാതെ ഉറങ്ങുക എന്ന് കരുതിയിട്ട് ഞാനും ഉറങ്ങിയില്ല, ഷാനുക്കുട്ടിയും ഉറങ്ങിയില്ല. പക്ഷേ അനിയന്മാർ രണ്ടാളും കുറച്ച് നേരം ഉറങ്ങി. ഇപ്പോൾ അതാ തിരിച്ച് ഞങ്ങൾ നാട്ടിലേക്ക് പോവുകയാണ്. ഇവിടുത്തെ ബസ്സുകളിൽ ചില ബസ്സുകൾ പ്രത്യേകത സ്ത്രീകൾക്ക് ടിക്കറ്റ് എടുക്കുന്നില്ല. പക്ഷേ ഷാനുക്കുട്ടിക്ക് വരെ ടിക്കറ്റ് എടുക്കുന്നുണ്ടെന്നാനും. അപ്പോൾ അതിൽ ഒരു ലാഭമൊന്നും തോന്നിയില്ല. കാരണം എന്തായാലും 3 ടിക്കറ്റ് വേണം. അപ്പോൾ എനിക്ക് പകരം ഷാനുക്കുട്ടിക്ക് എടുത്ത്, അത്ര തന്നെ. അപ്പോൾ പ്രത്യേകിച്ച് ലാഭം തോന്നിയില്ല. പക്ഷേ സ്ത്രീകൾക്ക് ടിക്കറ്റ് എടുക്കുന്നില്ല. പിന്നെ 6 രൂപയ്ക്കാണ് ചില ബസ്സിന് ടിക്കറ്റ് വരുന്നത്. പക്ഷെ കുട്ടികൾക്ക് ഇതൊരു ടൂറ് പോലെ ആയിട്ടില്ല കേട്ടോ, ഒരു വിരുന്ന് പോയി പോരല് അത്ര തന്നെ. കാരണം എവിടെയും കാണാനും കയറാനും ഒന്നിനും പറ്റിയില്ല. ഞങ്ങൾക്ക് അതിനുള്ള സമയം കിട്ടിയില്ല. കാരണം ഞായറാഴ്ച ആകുമ്പോൾ തിരിച്ച് നാട്ടിലേക്ക് വരേണ്ടി കൊണ്ടാണ് ഇത്ര തിടുക്കപ്പെട്ട് പോരേണ്ടി വന്നത്. ഞാൻ അപ്പോഴേ കുട്ടികളോട് ഞാൻ പറഞ്ഞു, നമുക്ക് തിങ്കളാഴ്ച പോയാൽ പോരെന്ന് പറഞ്ഞ്. എന്നാൽ നമുക്ക് ഒരു ദിവസം അവിടെ നിൽക്കുകയാണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ കുട്ടികൾ പറഞ്ഞ് അവർക്ക് എന്തൊക്കെയോ ചെയ്യാണ്ട്, നാട്ടിലേക്ക് എത്താണ്ട്. പിന്നെന്ന് പറയുന്നത് മോനുക്കും യൂണിഫോമൊക്കെ എത്തിക്കണം നാട്ടിൽ. അപ്പം പിന്നെ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ വേഗം പോയിട്ട് വരാം വിചാരിച്ചതാണ് ഇങ്ങനെ ഒരു പോക്കും വരുത്തും ഉണ്ടായത്. ഇപ്പോൾ അതാ തിരിച്ചു വരുമ്പോൾ ഞങ്ങൾക്ക് ട്രെയിൻ കിട്ടി. പക്ഷേ ലേഡീസ് കമ്പാർട്ട്മെൻറ്റിൽ സീറ്റ് കിട്ടുമല്ലോ വിചാരിച്ചിട്ട് ഞങ്ങൾ ലേഡീസ് കമ്പാർട്ട്മെൻറ്റ് കയറി. കാരണം തലേ ദിവസം ഉറങ്ങിയിട്ടില്ല, ഞങ്ങൾ ആരും മര്യാദക്ക് ഉറങ്ങിയിട്ടില്ല. അപ്പം തിരിച്ചു വരുമ്പോൾ ലേഡീസ് കമ്പാർട്ട്മെൻറ്റിൽ മര്യാദക്ക് ഉറങ്ങാലോ എന്നുള്ള ചിന്ത ഉണ്ടായിരുന്നു. തിരക്കുണ്ടാവും, അഥവാ തിരക്കില്ലെങ്കിൽ ഇരുന്ന് ഉറങ്ങാലോ എന്നുള്ള ചിന്തയായിരുന്നു. പക്ഷേ ലേഡീസ് കമ്പാർട്ട്മെൻറ്റ് എന്ന് പറയുമ്പോൾ സ്ത്രീകളായിരിക്കുമല്ലോ. പക്ഷേ ഇതങ്ങനെയല്ല, ഇത് നിറച്ചും പുരുഷന്മാരാണ്. സ്ത്രീകൾ കുറച്ച് തന്നെ ഉള്ളൂ. സ്ത്രീകളൊക്കെ നിൽക്കുക, പുരുഷന്മാരിരിക്കുക ലേഡീസ് കമ്പാർട്ട്മെൻറ്റ്. ഭയങ്കര ഒരു അനാസ്ഥയാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. കുട്ടികളായിട്ട് നിൽക്കുമ്പോഴെങ്കിലും ഉണ്ടാവുമല്ലോ ഒരു എണീച്ച് തരല് ആണുങ്ങൾ, അതൊന്നുമില്ല. പക്ഷേ നമ്മൾ അധികാരം പറയല്ല. കാരണം ഇത് ഉറങ്ങാതെയും ഇതാക്കാതെയും റെസ്റ്റ് എടുക്കാതെ നമ്മളിങ്ങനെ പോകുമ്പോൾ നമുക്ക് കിട്ടേണ്ട ആനുകൂല്യം പോലും കിട്ടണില്ല. ഉറങ്ങുന്ന കുഞ്ഞിനായിട്ടാണ് ആ തിക്ക് തിരക്കിനിടയിൽ നിൽക്കുന്നത്. അപ്പോൾ ഒരു കണ്ടറിയണം. അത് ലേഡീസ് കമ്പാർട്ട്മെൻറ്റ് കയറുമ്പോൾ സ്ത്രീകൾ മക്കളായിട്ടെങ്കിലും വരുമ്പോൾ ഒന്ന് എണീച്ച് കൊടുക്കാനുള്ളൊരു മര്യാദ കാണിക്കണം. അതൊന്നും കാണിച്ചില്ല. കയ്യും കാലും കടിഞ്ഞിട്ട് വയ്യേന് 1.5 മണിക്കൂർ നിന്നതിന് ശേഷമാണ് സീറ്റ് കിട്ടിയത്. അങ്ങനെ നമ്മൾ നമ്മുടെ നാട്ടിലെത്തി. അൽഹംദുലില്ലാ, റാഹത്തായി. പക്ഷേ ആ ലേഡീസ് കമ്പാർട്ട്മെൻറ്റ് നടന്ന അനീതി അത് നമ്മുടെ കേരളത്തിലൊക്കെ ആയിരുന്നെങ്കിൽ എന്തായാലും അതിൽ മറ്റുള്ള ആളുകൾ ഇടപെടുമായിരുന്നു, അല്ലെങ്കിൽ TTR ഇടപെട്ടൊക്കെ ശരിയാക്കി തരുമായിരുന്നു. പിന്നെ വേറൊരു കാര്യം എന്ന് പറയണത്, പാലക്കാട് എത്തുന്ന വരെ താഴത്ത് നിൽക്കുന്നിടത്തും കൂടെ ആൾക്കാരൊക്കെ കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു. പക്ഷെ പാലക്കാട് അങ്ങോട്ട് ആയതിന് ശേഷം പാലക്കാട് മുതൽ
നിലത്താരും കിടക്കണ കണ്ടില്ല. അത് കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം എനിക്ക് തോന്നിയത്. ഞാൻ ആരും കുറ്റം പറയണല്ല കേട്ടോ, ഞാൻ നമ്മുടെ ഒരു വൃത്തിയുടെ കാര്യം ഞാൻ പറയുകയാണ്. നിലത്ത് കിടക്കണതായിട്ട് പിന്നെ കണ്ടിട്ട് തന്നെയല്ല. പിന്നെയെന്ന് പറയണത് നമ്മളവിടെ രാവിലെ ചായ കുടിക്കാൻ പോയിന് അവിടെ ഇറങ്ങിയിട്ട്. അപ്പോൾ നമ്മൾ ഈ റോട്ടിൽ കൂടെ പോണ സമയത്ത് റോട്ടിലുണ്ട് ആളുകൾ, മനുഷ്യന്മാർ അപ്പിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സൈഡിൽ നിന്ന് കണ്ട് നമ്മൾ അപ്പുറത്തെ സൈഡ് പോയി, അപ്പോൾ അവിടെയുണ്ട് അപ്പിട്ട് വെച്ചാണ്. ശരിയാണ്, അവിടെ ടോയ്ലറ്റിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ടൊക്കെ ആയിരിക്കാം. പക്ഷേ എങ്കിൽ കൂടി അവിടെ തൊട്ടടുത്ത് ക്ലോക്ക് റൂമുണ്ട്, ഒരു 5-10 കൊടുത്താൽ നമുക്ക് അത് യൂസ് ചെയ്യാം. ആ പൈസ ലാഭിക്കാൻ വേണ്ടിയിട്ടായിരിക്കും എന്നാണ് തോന്നുന്നത്. ഏതായാലും എനിക്കത് കണ്ടപ്പോൾ പിന്നെ ഞാൻ അവിടുന്ന് ചായ കുടിച്ചിട്ടില്ല. വേറെ ട്രെയിൻ കയറി നമ്മൾ അവരെ വീടെത്താൻ നേരത്താണ് ചായ കുടിച്ചത്. ഏതായാലും അവിടുത്തെ സർക്കാരൊന്ന് ശ്രദ്ധിക്കണം, നല്ലതായിരിക്കും. അത് ചില സ്ഥലങ്ങളേ ഉള്ളൂ കേട്ടോ, അങ്ങനെ എല്ലായിടത്തും പറയുന്നില്ല. ഇപ്പം നമ്മൾ പോയ അവരെ വീടില്ലേ, അവരുടെ വീടിൻ്റെ അടുത്തൊക്കെ ഭയങ്കര വൃത്തി, റോഡൊക്കെ അടിച്ചു വാരി കഴുകിയിട്ട് കോലയിടുക ചെയ്യണം, അത്രയ്ക്കും വൃത്തിയുണ്ട് അവിടെയൊക്കെ. ചില സ്ഥലങ്ങളേ ഉള്ളൂ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ. ഞാൻ എവിടെയും മോശമാക്കി പറയല്ല, കണ്ടത് പോലെ പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ഇൻഷാ അല്ലാഹ് വേറെ വീഡിയോസായിട്ട് വരാം.